അസ്സലാമു അലൈക്കും. സാബിറ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബീത്താക്കും സുഖം തന്നെ. ഇന്ന് സാബീത്ത് എങ്ങോട്ട് വന്നത്, നമ്മൾ സക്കാത്തിൻ്റെ പൈസ കൊടുക്കുന്നവരാണ്. അത് കഴിവുള്ളവർ കൊടുക്കണം, സ്വത്തുള്ളവർ, സ്വർണമുള്ളവർ സക്കാത്ത് കൊടുക്കണം. അതായത് 12.5 പവനും കഴിച്ച് ബാക്കി വരുന്നതിന് സക്കാത്ത് കൊടുക്കണം. പിന്നെ നമ്മളിപ്പം ഈ ബിസിനസ്സിൽ ലാഭം വരൂലേ, ഈ ലാഭത്തിൽ നിന്ന് 100 രൂപക്ക് 2.5 രൂപ സക്കാത്ത് കൊടുക്കണം എന്നാണ് നമ്മളോട് ഇസ്ലാം കൽപ്പിച്ചത്, അള്ളാഹു മുത്ത് നബിയും കൽപ്പിച്ചത്. അത് എന്തിനാണാവോ എന്ന് ചോദിച്ചാൽ പാവങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ്. അല്ലാതെ നമ്മളൊരുപാട് സ്വർണ്ണം ഇട്ടിട്ട് അതിന് സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ നമ്മളെ നരകത്തിൽ പിടിച്ച് കൊണ്ടുവിടുക, ഒരുപാട് സ്വത്തുണ്ടേറ്റും സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ നരകത്തെ പിടിച്ച് കൊണ്ടുവിടുക, അങ്ങനെയല്ല. പക്ഷെ അങ്ങനെ നമ്മളോട് ഒരുപാട് നിബന്ധനകൾ അല്ലാഹുത്താല പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അതൊന്നും ചെയ്യൂല. നമ്മൾ പറഞ്ഞാൽ ഞാനടക്കം നിങ്ങളും എല്ലാവരും, പക്ഷെ നമ്മൾ പിന്നെ അങ്ങനെ കൽപ്പിച്ചില്ലെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കുകയും സങ്കടങ്ങളും സാധാവങ്ങളും ഒക്കെയുള്ള ആള് തന്നെയാണ്. അപ്പം പാവങ്ങൾക്ക് നമ്മൾ പരസ്പരം കൊടുക്കാൻ വേണ്ടിയാണ് നമുക്ക് അല്ലാഹുത്താല സ്വത്തും മുതലും ഒക്കെ തരുന്നത്. പക്ഷെ ഇന്നാരും കൊടുക്കുന്നില്ല. ഇന്ന് ബിസിനസ്സിൽ കുറച്ച് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു ബിസിനസ്സിൽ കൊണ്ടിടുക, ബാങ്കിൽ കൊണ്ടിടുക, പലിശ വാങ്ങുക, ബിൽഡിംഗ് എടുക്കുക, പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ പിന്നെ കടാക്കി. ഇപ്പം ഞങ്ങൾ കടയല്ലേ, ആളെങ്ങനെ കൊടുക്കുക? ഞങ്ങൾക്ക് കടയല്ലേ. അതുപോലെ വീട്ടിലെ പെണ്ണുങ്ങളാണെങ്കിലും പൊന്ന് സ്വർണം പണയം വെച്ചിട്ട് വീട് കൂട്ടി എടുക്കുക, അല്ലെങ്കിൽ മോക്ക് ഓവർ പൊന്ന് കൊടുക്കുക മക്കൾക്ക്, അല്ലെങ്കിൽ മക്കളെ വീട്ടിൽ കൂടലിന് അല്ലെങ്കിൽ മക്കളെ ആവശ്യത്തിന് കടാക്കിയിട്ട് ഓവർ കൊടുക്കുക. എന്നിട്ട് ഞങ്ങൾ കടത്തില്ല, ഞങ്ങളെ പൊന്ന് ബാങ്കില്ല, ഞങ്ങൾ കടത്തില്ല, ഞങ്ങളടുത്ത് പൊന്നില്ല, ഞങ്ങളങ്ങനെ സക്കാത്ത് കൊടുക്കുക. ഇങ്ങനെ പറയുന്നവരാണ് കുറേ ആൾക്കാരെല്ലാം. കൃത്യം നോക്കി സക്കാത്ത് കൊടുക്കുന്നോല നമുക്ക് വലിയ പ്രയാസം തന്നെയാണ് കണ്ടു കിട്ടുക. എന്തോ ആവട്ടെ. അപ്പം നമ്മളെല്ലാവരും സക്കാത്തിൻ്റെ പൈസ കൊടുക്കണം. അങ്ങനെ സാബീത്ത ജോലിക്കൊന്നും പോകുന്നില്ല, സാബീത്താക്ക് വരുമാനവും ഇല്ല. നമ്മളെ പഴയ ചാനലുണ്ടേനു, അതിന് വരുമാനം കിട്ടലുണ്ടേനു, അതിങ്ങനെ ബ്ലോക്കായി കിടന്നിട്ടാണുള്ളത്. പിന്നെ അതുള്ള സമയത്തും ഞാൻ എനിക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊടുക്കലുണ്ട്. പിന്നെ മറ്റേ നറുക്കെടുപ്പ് കൂടി ഈ പൈസ ഞാൻ അർഹത അത് നറുക്കടിക്കുന്നവർക്ക് ഞാൻ കൊടുക്കലും ഉണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ വന്നത് നിങ്ങൾക്ക് സക്കാത്തിൻ്റെ പൈസ തരാൻ തന്നെയാണ്. ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടാലാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ. ഇതിങ്ങനെ കുറേ സംസാരം കുറേ അങ്ങോട്ട് ദീർഘിച്ച് കൊണ്ടുപോയാലാണ് വ്യൂസ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഡോളർ കയറുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ കുറേ നീട്ടിക്കൊണ്ട് പോകുന്നത്. ഞാൻ പറയുന്നത് കംപ്ലീറ്റ് കേൾക്കണം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയാണ്, നിങ്ങൾക്ക് ഡോളറിന് വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നവരുണ്ടാകും. ബേളന്മാരങ്ങൾക്ക് അറിഞ്ഞൂടെ ഉദ്ദേശിക്കുന്നവരുണ്ടാകും. പക്ഷെ ആ ഉദ്ദേശിക്കുന്ന ബേളന്മാരെ എനിക്ക് ഈ പുതിയ ചാനലിൽ നിന്ന് പൈസ കിട്ടി തുടങ്ങിയിട്ടില്ല. മോണിറ്റേഷൻ എല്ലാം ഓണായി. നമുക്ക് മോണിറ്റേഷൻ ഓണായി കഴിഞ്ഞാൽ പിന്നെ ഡോളർ കയറും. അതെനിക്ക് 8 ദിവസം കൊണ്ട് മോണിറ്റേഷൻ ഓണാവേണ്ട എല്ലാ സംവിധാനവും കഴിഞ്ഞതാണ്, മോണിറ്റേഷൻ ഓണായതാണ്. പക്ഷേ അത് നമുക്കൊരു എഡ്സസ് അക്കൗണ്ട് ഉണ്ട്. അതേ സ്ഥാനത്ത് യൂട്യൂബിൻ്റെ അക്കൗണ്ടിലാണ് ഡോളർ വന്ന് വീഴുക. അവിടെ ഫുള്ളായാലാണ് നമ്മളെ അക്കൗണ്ടിലേക്ക് ഇന്ത്യൻ മണിയായിട്ട് വരിക. അപ്പോൾ ഈ എഡ്സസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫോണിൽ നിന്ന് ഒരു ചാനലിനെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ ഈ പുതിയ ചാനലിനും പഴയ ചാനലിൻ്റെ എസ് അക്കൗണ്ട് കൊടുത്തു പോയത് കൊണ്ട് പിന്നെ കൊടുക്കുമ്പോൾ കൊടുത്തു പോയി. അന്നേരമാണ് പിന്നെ അത് പറ്റൂല എന്നുള്ള വിവരം ഞങ്ങൾക്ക് മുതലാളി അറിയിക്കുന്നത്. അപ്പം അത് ചേഞ്ചാക്കാൻ വേണ്ടി ഞാൻ വേറൊരാളെ അഡ്രസ്സ് കൊടുത്ത്, അപ്പോൾ അതിന് ചേഞ്ചായി മാറി വരണമെങ്കിൽ 32 ദിവസം പിടിക്കുമെന്നാണ് പറഞ്ഞു. ഇപ്പം 2 ആഴ്ച എല്ലാം കഴിഞ്ഞേ കൊടുത്തിട്ട് മോണിറ്റേഷൻ. അത് അഡ്രസ്സ് നമ്മളെ നാട്ടിലെ അഡ്രസ്സെല്ലാം നമുക്ക് ഇന്ത്യൻ മണി കയറുവാനുള്ള നമ്മളെ അക്കൗണ്ട് നമ്പറെല്ലാം ഒരേ തന്നെ കൊടുക്കാം. പക്ഷേ എഡ്സസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ട് ഉണ്ട്, അത് ഒരു ഫോണിൽ നിന്ന് ഒരു ചാനലിനെ കൊടുത്തുവിടും. ഇപ്പം 2ാമത്തെ ചാനലിന് അത് കൊടുത്തു പോയത് കൊണ്ടാണ് അത് മാറി വരാൻ കുറച്ച് താമസം.
എന്നാലാ എനിക്ക് ഡോളർ കയറുള്ളൂ. അല്ലാണ്ട് ഞാൻ ഈ പഴയ ചാനലിനും വേറെ ആളെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പണം ഞാൻ എന്നോ വാങ്ങി തുടങ്ങിയിട്ടുണ്ടാവുകയുള്ളൂ. കൊടു പണം കൊടു മോണിറ്റേഷൻ ഓണായ ഒരാളാണ് 8 ദിവസം കൊണ്ട്. നിങ്ങളെ സഹായമാണ്, നിങ്ങളെ സഹകരണമാണ്. എന്നെ സ്നേഹിക്കുന്നവരാണ് ഭൂരിപക്ഷവും. 95% എന്നെ സ്നേഹിക്കുന്ന ആളാണ്. സബീതാക്ക് ഇപ്പം എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഒരു സാധനം വാങ്ങാൻ ഒരു കടയിൽ പോയിക്കൂടാ, ഒരാവശ്യത്തിനൊന്നും പോയിക്കൂടാ. എനിക്ക് സാധനം വാങ്ങാൻ കഴിയുന്നില്ല, ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? സബീത്ത നിങ്ങൾ സാബീത്തല്ലേ, സബീത്ത നിങ്ങൾ സാബീത്തല്ലേ. യൂട്യൂബിലെ സെൽഫി എടുക്കാനും അവരോട് സംസാരിക്കാനും നേരെ ഉള്ളൂ. അത്രയും എന്നെ സ്നേഹിക്കുന്നവരാണെന്ന് ധൈര്യപൂർവം, അത്രയും സന്തോഷത്തോടു കൂടി, ഊർജത്തോടു കൂടി എനിക്ക് നിങ്ങളോട് സംസാരിക്കാം. അപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഞാൻ ഇത് നീട്ടിക്കൊണ്ട് പോകുന്നത് അല്ലെ, സക്കാത്ത് കൊടുക്കുന്നത് എനിക്ക് വ്യൂസിന് വേണ്ടിയിട്ടാണ്, ഡോളർ കയറാൻ വേണ്ടിയിട്ടാണ് എന്നൊന്നും നിങ്ങൾ പറയണ്ട. പറഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റ് പറ്റും, നിങ്ങൾ കുറ്റക്കാരനാവും. കാരണം വെച്ചാൽ ഈ സക്കാത്ത് കൊടുക്കുന്ന ഈ വീഡിയോസ് ഇപ്പം വൈറലായത് കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ഒന്നും എനിക്ക് ഇതിൽ നിന്ന് ഡോളർ കയറൂല. എൻ്റെ എഡ്സസ് അക്കൗണ്ട് ഓണായി കഴിഞ്ഞാലാ എനിക്ക് ഡോളർ കയറുള്ളൂ. മനസ്സിലാകുന്നത് എൻ്റെ സത്യാവസ്ഥ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഞാനിപ്പം സക്കാത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ നിങ്ങൾ കാണുന്നില്ലേ പൊന്നെല്ലാം കാണുന്നത്, ഈ ലൈവിലായാലും പിന്നെ ഞാൻ എൻ്റെ നമ്മുടെ മക്കളെല്ലാം ചെറിയ സമയത്തും കല്യാണപ്രായ സമയത്തൊക്കെ കുറേ എൻ്റെ സ്വർണ്ണങ്ങൾ പിന്നെ ബാങ്കിൽ പണയം വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ മോക്ക് കൊടുക്കാൻ വേണ്ടി അത് ജ്വല്ലറിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെറിയ സമയത്ത് ഒരുപാട് പൊന്നിട്ട് നടക്കുന്ന, ചെറിയ സമയം എന്ന് പറഞ്ഞാൽ എൻ്റെ ബാല്യകാലത്തെ എൻ്റെ ആളെ ഗൾഫിൽ നിന്ന് മോതിരം കൊണ്ടുവന്നാൽ ഒരു മോതിരം, അരപ്പവൻ്റെ ഒരു മോതിരം 2 മോതിരാക്കിയിട്ടിട്ട് നടക്കുന്ന ആളാണ് ഞാൻ കല്യാണത്തിൻ്റെ മുന്നേ. അങ്ങനെ കല്യാണം കഴിഞ്ഞത് മുതൽ എനിക്ക് സ്വർണം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ വീട് സമയത്ത് കുറച്ച് സ്വർണ്ണങ്ങളെല്ലാം കൊടുത്ത് അത് വീണ്ടും നമുക്ക് തന്നെ തിരിച്ച് ഷെറൂക്ക് ഓരോന്നോരോന്ന് തന്ന് പിന്നെ ഞാൻ ഷർക്ക് അയച്ചു തരുന്ന കുറിയൻ്റെ പൈസയിൽ നിന്ന് ഞാനിങ്ങനെ അരിച്ചരിച്ച് എന്ന് പറയൂലേ പെണ്ണുങ്ങൾ, അങ്ങനെ വെച്ച് ഉണ്ടാക്കിയ സ്വർണ്ണങ്ങളാണ്. അന്ന് 42,000 ഉറുപ്പ്യക്ക് കൂലി അടക്കം 2,000 ഉറുപ്പ്യ, 8 പവൻ്റെ വള, 8 വള, ശീലവളയില്ല, പണ്ടൊരു ശീലവള എന്ന് പറയുന്ന വള, 40,000 ഉറുപ്പ്യക്കാണ് 8 വള ഞാൻ വാങ്ങിയത്. അപ്പം 42,000, 2,000 ഉറുപ്പ്യ കൂലി. അങ്ങനെ 42,000 ഉറുപ്പ്യക്ക് 8 പവൻ്റെ 8 വള വരെ വാങ്ങിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കുറേ കാലം മുന്നേ ഒന്നല്ല മക്കൾ, നിങ്ങൾക്ക് അറിയാലോ. നമ്മളെല്ലാം ഇന്നലെ കുഞ്ഞനായി ഇന്ന് വളർന്നതിൻ്റെ തൊട്ടാ തോന്നുന്നത്. അപ്പോൾ അങ്ങനെയല്ല ഉള്ള പൊന്നു മക്കളെ എൻ്റെ അടുത്ത് പക്ഷെ ഉണ്ട്. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ കുറച്ച് ബിസിനസ്സിൻ്റെ ഒരു പദ്ധതിയിൽ ചേർന്നിട്ട് കുറച്ചാട് ഇങ്ങനെ സ്റ്റക്കായി കിടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ നറുക്കെടുപ്പ് കൂടിയും പാവങ്ങൾക്കായിട്ടും ഒക്കെ നിങ്ങളെ ഞാൻ മുന്നിൽ വരുന്നതാണ്. ഇതിപ്പം ഞാൻ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പൊന്നെല്ലിട്ടിട്ടെല്ലാം ഇങ്ങനെ വീഡിയോസിൽ ഇങ്ങനെ ലൈവിലെല്ലാം കാണിക്കുമ്പോൾ എന്നെപ്പോലത്തെ പാവങ്ങളാണ് ഭൂരിപക്ഷം നമ്മളെപ്പോലത്തെ വീഡിയോ കാണുകയും ലൈവ് ഇടുമ്പം ഓടി വരികയും ചെയ്യുന്ന എന്നെപ്പോലത്തെ ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ആർക്കല്ല കൊടുക്കുന്നത്, ആരെല്ലാം എന്നെ വിളിക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ഞാൻ ഒരു മോതിരം കൊടുത്തിട്ട് കൈക്ക് 2 മോതിരം ഉണ്ട് കേട്ടോ, കൈക്കും 2 ഉണ്ട്, ഇതെല്ലാം ഉണ്ട്, അങ്ങനെ കാണിക്കുന്നതല്ല. അങ്ങനെ ഒരു മോതിരം, ഈ മോതിരം കാപ്പവൻ്റെ മോതിരം, കാപ്പവൻ്റെ അധികം ഉണ്ട്. അങ്ങനെ ഇതും ഇതിലൊരു മോതിരം കാപ്പവനുള്ളൂ, ബാക്കിയെല്ലാം 3/4 പവൻ തന്നെയാണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചതാണ്. ഒരു കാപ്പവൻ കൊടുത്തിട്ട് എൻ്റെ പാവങ്ങളായ എന്നെ പോലത്തെ പാവങ്ങളായ മുത്തുമണികളുണ്ട്. എൻ്റെ ലൈവിലും എൻ്റെ വീഡിയോസിലും എപ്പോഴും വന്ന് പ്രാർത്ഥിക്കണേ സാബീത്ത, പ്രാർത്ഥിക്കണേ സാബീത്ത എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഗതികൾ ഞാൻ പിന്നെ തരുന്നത്. ഇപ്പോൾ വീഡിയോസിലാണ് അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഞാൻ പിന്നെ തരും. ഞാനിപ്പോൾ ഒരു വീഡിയോസിലാണ് അങ്ങനെയുള്ള പാവങ്ങൾക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം മോതിരം കൊടുക്കുക നോക്കുമ്പോൾ അതങ്ങോട്ട് പറയാൻ വേണ്ടി വന്നത്, മോതിരം കൊടുക്കുന്നതല്ല. ഈ കൈച്ചെയിന് ഇതൊക്കെയല്ലേ പോലെ നിങ്ങളൊന്നും ആർക്കും പറ്റില്ല. ഈ കൈച്ചെയിന് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ലൂസായിട്ട് ഇത് 2.5 പവനാണ്. എൻ്റെ സത്യാവസ്ഥകൾ പറയുന്നതാണ്. എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസ അല്ല ഞാൻ സക്കാത്തായിട്ട് കൊടുക്കുന്നത്. മറ്റേ ഞാൻ അധ്വാനിക്കാൻ പോയിട്ടുള്ള പൈസയല്ല. എൻ്റെ ഉള്ള പൊന്ന് വിറ്റിട്ടാണ് ഞാൻ നിങ്ങൾക്ക് സക്കാത്ത് തരാൻ വേണ്ടി പോകുന്നത്. ആർക്കെല്ലാം നിങ്ങൾ കേൾക്കണം, ഫുള്ളായിട്ട് കേൾക്കണം. അപ്പം മോതിരം വെക്കുമ്പോൾ ഞാൻ വിചാരിച്ചു മോതിരം വെക്കണം. ഏതായാലും ഈ കഴിച്ച് നിങ്ങൾ കാണുന്നില്ല, ഇത് 2.5 പവനാണ്. ഇങ്ങോളെത്തേക്ക് ഇത് മൊത്തം ഊരിയും എടുക്കാം.
അപ്പം ഞാൻ മോളെ അതല്ല അപ്പം പിന്നെ ഇവിടെ വന്ന് സംസാരിക്കുന്നുണ്ട് കാര്യങ്ങൾ. അങ്ങനെ പിന്നെ ഇത് എനിക്ക് പുറത്ത് പോകുമ്പോൾ ഇത് ഈ കഴിഞ്ഞ കീശയിലിട്ട് പാൻറ്റിൻ്റെ കീശയിലിട്ടിട്ടാണ് നടക്കുന്നത്. എന്തുകൊണ്ട് കഴുത്തിൽ ഞാൻ അങ്ങനെ ഇടലില്ല. പിന്നെ കുറേ നിങ്ങളുടെ പറഞ്ഞല്ലോ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനുള്ളത്. അങ്ങനെ ഇത് പെട്ടെന്ന് പിടിച്ച് വലിയ പല ബൈക്കുകാരും എൻ്റെ പിന്നാലെ വന്നവരുണ്ട്, എൻ്റെ മുന്നിലും ബേക്കിലും നിർത്തിയവരുണ്ട്. ഞാൻ ഓടിക്കളഞ്ഞ ദിവസങ്ങളുണ്ട്. ഇപ്പം അടുത്ത് ഒരാഴ്ച ഒന്നരാഴ്ച കൊണ്ട് ഓടിക്കളഞ്ഞ ദിവസങ്ങളുണ്ട്. പോക്കറ്റ് കൈയിട്ട് നടക്കലാണ്. അങ്ങനെ ഇത് ഞാൻ പിന്നെ ഇങ്ങനെ ലൂസായതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ മോതിരം വെക്കണ്ട, ഇത് ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ബേക്കിൽ നിന്ന് വന്ന് കഴുത്തിലിനെക്കാട്ടും കൂടുതൽ പൊട്ടി പൊട്ടി പിടിച്ച് പറിക്കാൻ പറ്റുക കൈച്ചെയിനാണ്. ഇങ്ങനെ നടന്ന് വീശിക്കൊണ്ട് പോകുമ്പോൾ കഴുത്തിലാണെങ്കിൽ മുന്നിൽ വന്ന് നിർത്തണം, എന്നാൽ നമ്മൾ കാണും. പിന്നെ ഇത് വേഗം അവർക്ക് പിടിച്ച് പറിച്ച് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഞാൻ വെക്കുന്ന മോതിരം വെക്കണ്ട, ഇത് ഉണ്ടാ കുറച്ച് ഇവിടം വരെ കട്ട് ചെയ്ത് 2.5 പവനാണ്. ചെറിയ കട്ട് ചെയ്താൽ തന്നെയും കാപ്പവൻ്റെ മേലെ അത് കിടക്കും. അപ്പം ഞാനിത് ജ്വല്ലറി പോവുകയാണ്. ജ്വല്ലറി പോയിട്ട് ഇത് കട്ട് ചെയ്യുകയാണ്. ഞാൻ നിങ്ങളോട് പറയാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇത്തിരി വിശദിച്ച് കാണിക്കുന്നത് നിങ്ങൾ വിചാരിക്കും യൂട്യൂബിലെ പൈസയാണ് സക്കാത്ത് കൊടുക്കുന്നതെന്ന്. ഒരിക്കലും അല്ല. ഞാൻ അധ്വാനിക്കാൻ പോയ പൈസയാണ് കൊടുക്കുന്നതെന്നിരിക്കും. ഒരിക്കലും അല്ല. നിങ്ങളെ മുന്നിൽ എൻ്റെ സ്വർണം കാണുന്നത് കൊണ്ട് എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. എന്നെപ്പോലത്തെ പാവങ്ങളാണ് എൻ്റെ വീഡിയോസ് കാണുന്നത്. അയ്യോ സാബീത്ത ഒരു വള തരുമോ, സാബീത്ത ഒരു മോതിരം തരുമോ എന്നെല്ലാം ചോദിച്ച് ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലാത്ത വിഷമമുണ്ടത് കേൾക്കുമ്പോൾ. പൊന്നു മക്കളെ, സാബീത്ത ഒരുപാടാക്ക് പൊന്നും പൈസയും കൊടുത്തിട്ട് തിരിച്ച് തരാത്ത ഒരുപാടുണ്ട്. അമുസ്ലിങ്ങളെല്ലാം തന്നിക്ക്. അപ്പം പിന്നെ ഒരുപാട് ഹിന്ദുക്കളായതും മുസ്ലിങ്ങളായതും കല്യാണത്തിന്, മക്കളെ കല്യാണത്തിന്, പെൺകുട്ടികളെ കല്യാണ ആവശ്യത്തിന് 10 പവനും 8 പവനും കഴുത്തിലെ വരെ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സാധനം പറഞ്ഞ് വിളിച്ച് പറഞ്ഞതല്ലേ. അപ്പോൾ അങ്ങനെയെല്ലാം ഉള്ള ഒരു സന്ദർഭമാണ് എൻ്റെ. അതെല്ലാം കാണുന്നത് കൊണ്ടൊക്കെ വല്ലാത്ത വിഷമമാണ്. നിങ്ങളെല്ലാവരും അള്ളാഹുവിനെ ദുആ ചെയ്യണം. പിന്നെ അങ്ങനെ ഇത് ഞാൻ ജ്വല്ലറി പോയിട്ട് മുറിക്കുകയാണ്. ഇത്രയും ദിവസം ഞാൻ നിങ്ങൾക്ക് സക്കാത്ത് കൊണ്ട് തരാറുണ്ട് നിന്നതിൻ്റെ കാരണം എന്താണ്? പൊന്നിന് ഇത്തിരി വില കയറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഒരിക്കൽ പോയി ചോദിച്ചു നോക്കുമ്പോൾ 1,24,000 ഉണ്ട്. 24,000 ആകുമ്പോൾ 20,000 തരുള്ളൂ, 1,20 വെച്ചിട്ടാണ് തരുള്ളൂ എന്ന് പറഞ്ഞ്. ഇതിൻ്റെ മുകളിൽ നിന്ന് എനിക്ക് പൈസ എത്രത്തോളം കൂടുതൽ കിട്ടുന്നു അത്രത്തോളം എനിക്ക് എൻ്റെ പാവങ്ങളായ എൻ്റെ പോലത്തെ മുത്തുമണികൾക്ക് കൊടുക്കാം. അത് കരുതിയിട്ടാണ് ദിവസം നീണ്ടുപോയത്. പക്ഷെ ഇനി ദിവസമില്ല. ഇനി എത്ര ഇന്നത്തെ വിലയും ഞാൻ അറിയല്ല. ഇനിയിപ്പോൾ ഞാൻ ജ്വല്ലറിയിലേക്ക് പോവുകയാണ്. ഇനി എത്ര വില ആയാലും വില ഇല്ലെങ്കിലും തീർച്ചയായിട്ടും ഞാൻ ഇനി റമദാൻ മാസം കഴിയാനായി പോയില്ല. ഞാനിത് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. കുറച്ച് എത്ര മുറിച്ചിട്ടുണ്ട് എന്നെല്ലാം ഞാൻ പറയാം. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ അളവ് നോക്കിക്കോ. ജ്വല്ലറി പോയിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വീഡിയോസ് എടുക്കും ഇൻഷാ അല്ലാഹ്. ഇതിപ്പോൾ ഒരു കഷ്ണം മുറിച്ച് വിറ്റിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പാവങ്ങളായ എന്നെപ്പോലത്തെ പാവങ്ങളെ, നിങ്ങളെല്ലാവരും പാവങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, എന്നെപ്പോലത്തെ പാവങ്ങളായ നിങ്ങൾക്ക് ഞാൻ തരുന്നത്. ഒരുപാട് പാവങ്ങളുണ്ട്, വിഷമിക്കുന്നവരുണ്ട്. അതുകൊണ്ടിപ്പോൾ ലോകത്തുള്ള ഇതിപ്പോൾ മാധ്യമത്തിൽ ഇട്ട് കൊടുക്കുന്നതാണ്. ലോകത്തുള്ള എല്ലാവർക്കും കൊടുക്കാൻ തന്നെ കൊണ്ട് പറ്റൂല. കൊടുക്കുന്നത് എനിക്ക് എൻ്റെ മനസ്സിന് തൃപ്തിപ്പെട്ടതുമായ കുറച്ച് ആൾക്കാരുണ്ട്. അവരെ ലീസ്റ്റ് ഞാൻ വായിക്കും. പിന്നെ അതും കഴിച്ചിട്ട് പുറത്തുള്ള ആരാണാവോ നിങ്ങൾക്ക് പിന്നെ സക്കാത്ത് വേണ്ടിയത് ഞാൻ നമ്പർ തരും. ഞാനിപ്പം ജ്വല്ലറി പോയിക്കില്ല, പോകുന്നതിൻ്റെ മുന്നെയാണ് ഈ വീഡിയോസ് ചെയ്യുന്ന. നമ്പർ തരും. ആ നമ്പർ നിങ്ങൾ വിളിക്കണം. വിളിച്ചു കഴിഞ്ഞാൽ ആണുങ്ങൾ ഒരാളും എന്നെ വിളിക്കരുത്. ഒരൊറ്റ കുട്ടിയും ആണുങ്ങൾ വിളിക്കരുത്. പെണ്ണുങ്ങൾ വിളിക്കണം. നിങ്ങൾ വീഡിയോ കോൾ തന്നെ ചെയ്യണം. നിങ്ങൾ അവസ്ഥകൾ എനിക്ക് മനസ്സിലാവണം. എന്നാൽ ആ സക്കാത്ത് ഞാൻ കൊടുക്കുള്ളൂ. കാരണം സാബീത്ത ഒരു ഗൾഫിൻ്റെ സാധനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും ആ വീട്ടിൽ ഗൾഫുകാരില്ല എന്ന് സാബീത്താക്ക് മനസ്സിലാവണം. അല്ലെങ്കിൽ അത് പാവങ്ങളാണെന്ന് സാബീത്താക്ക് ബോധ്യമാവണം എന്ന് അവർക്ക് കൊടുക്കുള്ളൂ. എൻ്റെ പൈസ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ 14 പവൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നതാണ്. ബാക്കി സ്വർണം ഞാൻ നിങ്ങളെപ്പോലെ ഇന്നാണ് ഞാൻ നല്ല ഡ്രസ്സെല്ലാം വാങ്ങുന്നത് കേട്ടോ. ഞാൻ 2 വയലറ്റ് മാക്സിയും ചോന്ന മാക്സിയാണ്. എൻ്റെ അയൽവാസികളെല്ലാം ചോദിക്കൂ, എല്ലാ സാബുറെ എനിക്ക് വയലറ്റ് മാക്സിയും പിന്നെ ചോന്ന മാക്സിയല്ലേ ഉള്ളൂ. 2 കളർ മാക്സിയാണല്ലോ അന്ന്. പൈസ ഇല്ലാത്തത് കൊണ്ടല്ല, അഷർക്ക് അയക്കാത്തത് കൊണ്ടല്ല. ഞാൻ എൻ്റെ മക്കൾക്ക് കളർ കൊണ്ട് പൊതിയിട്ട് കൊടുത്തിട്ടും റേഷൻ അരി വാങ്ങി തിന്നിട്ടും എൻ്റെ മക്കൾക്ക് പൊന്നിൻ്റെ അരി തിന്നാമായിരുന്നു. പിന്നെ പൊന്നിൻ്റെ പൊതി ബുക്കിലിടാമായിരുന്നു. പക്ഷെ ഞാനൊന്നും ആഡംബരം കളിച്ചില്ല. കാരണം വെച്ചാൽ എൻ്റെ മാപ്പിള മക്കൾക്കെല്ലാം ചെയ്യുന്നുണ്ട്, ഇല്ല നമുക്ക് പറഞ്ഞുകൂടാ. ആ ചെലവിൻ്റെ പൈസേൻ്റെ അകത്ത് നിന്ന് ഞാൻ അരിച്ചരിച്ചരിച്ച് വെച്ചിട്ടുണ്ടാക്കിയ പൊന്നാണ് എൻ്റെ. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? പിന്നെ അതും കഴിച്ചിട്ട് ഞാൻ വൈകുന്നേരത്തെ ചായ നിങ്ങൾ ബേക്കറി വാങ്ങുന്ന സമയത്ത് ഞാൻ അമ്മീമിൽ അടുക്കള ഒരു കുഞ്ഞി അമ്മീമിലിട്ട്
ഉച്ചക്ക് ചോറ് വെക്കും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു നായി അരി അരച്ച് മക്കൾക്ക് മധുരത്തിലുള്ള അടിയാക്കിയിട്ട്, കുഞ്ഞുമക്കളല്ലേ, മധുരാണല്ലോ അവർക്ക് ഇഷ്ടം. അപ്പോൾ അങ്ങനെല്ലാം ഞാൻ ആ പൈസ അരിച്ചരിച്ചരിച്ച് കുറുക്കി കൂടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല 40,000 റുപ്യ കിട്ടുവാൻ കിട്ടിയിരിക്കുന്നത്. ഉണ്ടാക്കിയ പൊന്നാണ്. ആ പൊന്നിൽ നിന്നാണ് ഞാൻ എൻ്റെ മുത്തുമണികൾക്ക് ഞാൻ തരാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും അള്ളാഹുവിനോട് സമീത്താക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി മരിച്ചീന്ന് കേട്ടാൽ ഞാൻ പറഞ്ഞിട്ട് മക്കളെ ഒരു പോസ്റ്റിൽ എണ്ണം മരിച്ചീന്ന് കേട്ടാൽ എന്നെ സ്നേഹിക്കുന്ന മുത്തുമണികൾ ഒരു ഓരോ ഫാത്യ ഓതിയിട്ട് ദുആ ചെയ്യാൻ നിങ്ങൾ മടിക്കരുത്. ഞാൻ ഓർമ്മയിൽ ഉണ്ടാകണം ഇൻഷാ അല്ലാഹ്. ഈ ചാനൽ തന്നെ ഇനി മോണിറ്റേഷൻ ലോണായി ഡോളർ കയറിയാലും നമുക്ക് എൻ്റെ മനസ്സിൽ ഓരോരോ ആഗ്രഹങ്ങളുണ്ട്. അതുപോലെ ഞാൻ നിങ്ങളെ മുന്നിൽ വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. മക്കളെ, ഞാൻ ജ്വല്ലറി പോവുകയാണ്. ഇത് കൊടുക്കട്ടെ, എന്നിട്ട് വന്നിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങളും മാരിക്കല്ല അങ്ങനല്ല എന്നെല്ലാം വിശദീകരിച്ച് പറഞ്ഞു തരാൻ. ഓക്കെ മക്കളെ, ബായ്. ജ്വല്ലറിയിലെത്തി മക്കളെ, ഇവിടെയാണ് ജ്വല്ലറികളിലെത്തി. എൻ്റെ പൊന്നിതാ തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേറെല്ലാം പോക്കി അളവെല്ലാം നോക്കി മുറിച്ച് ത്രാസിലാണുള്ളത്. ഓക്കെ മക്കളെ, ഇതല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ചെയ്യട്ടെ. ഞങ്ങളെ സ്വന്തം ഷോപ്പ് എന്ന് പറഞ്ഞാൽ സ്വന്തമല്ല, നിങ്ങളെല്ലാം ഇവിടെ വരിക. വടകര ഗോൾഡ് ഹൗസിൽ തൂക്കത്തിലോ അളവിലോ ഒരു കുറവും വരുത്തൂല. നിങ്ങളെവിടെ കൊണ്ടുപോയി തൂക്കി എത്ര കാലം തൂക്കിയാലും അതേ അളവിൽ നിൽക്കുന്നൊരു ജ്വല്ലറിയാണ്. മലയാളിയാണ് ഉണ്ട്. പിന്നെ ഇൻഷാ അല്ലാഹ്. ഓക്കെ മക്കൾ, എന്നെ കണ്ണാടി കണ്ടുങ്ങളാണ്ട വീഡിയോസ് എടുക്കുന്നത്. ഇതാ നമ്മളെ പൊന്നെ വലി ചേറെല്ലാം പോക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ മുറിക്കണം, കളർ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഓക്കെ മക്കളെ, ബാക്കിയെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ. ഹലോ, അങ്ങനെ മുത്തുമണികളെ സബീത്ത ജ്വല്ലറിയിൽ പോയി സ്വർണമൊക്കെ കൊടുത്ത് പിന്നെ അത് പൈസ എല്ലാം വാങ്ങി ഇത് നമ്മളെ കഴിച്ചതിന് ഇത്രത്തോളാക്കി കൊണ്ടുവന്ന് എന്താ ഇപ്പം തീരെ ഇങ്ങോട്ട് താവൂല. ഇത്രയാക്കി കൊണ്ടുവന്ന് പിന്നെ നല്ല കളറെല്ലാം ചേറെല്ലാം പോക്കി കളറെല്ലാം നോക്കി മാറ്റി വാങ്ങണമെങ്കിൽ വലിയ കൂലിയാണ്. സ്വർണം കൂടുതലുള്ളത് കൊണ്ടാണ്. സ്വർണം കൂടും പോലെ കൂലി കൂടും. അപ്പോൾ അങ്ങനെല്ലാം സ്വർണം കൊടുത്ത് പൈസ വാങ്ങിക്കൊണ്ട് വന്ന് എൻ്റെ മുത്തുമണികൾക്ക് സക്കാത്ത് തരാൻ വേണ്ടി വന്നു. അത് എത്തീം മക്കൾക്കാണ് കൊടുക്കുക ഇനി ഞാൻ കൂടുതൽ ഉദ്ദേശിച്ചത്. എത്തീം മക്കൾ എന്ന് പറഞ്ഞാൽ വലിയ പൈസക്കാർ മക്കളല്ല. തീരെ വഴിയില്ലാത്ത ഉമ്മ പോയിട്ട് അധ്വാനിച്ചിട്ട് ജീവിച്ച് പൈസ കൊണ്ടുവന്ന് ജീവിക്കുന്ന മക്കളുണ്ടാകും. പിന്നെ അവർക്ക് കൊടുക്കാനാണ് ഉദ്ദേശം. അവരും പിന്നെ ചില എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് മുത്തുമണികളുണ്ട്. എപ്പോഴും എൻ്റെ ലൈവിലും എൻ്റെ വീഡിയോസിലും വരുന്നത് സബീത്ത ദുആ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നതുണ്ട്. എന്നെ പോലത്തെ ഒരുപാട് ഞാൻ സ്നേഹിക്കുന്നവരുണ്ട്. അപ്പം അതിലൊന്ന് സീമ എന്ന് പറഞ്ഞാൽ നിങ്ങളത് മറ്റൊലിക്ക് സക്കാത്ത് കൊടുക്കാവോ പാടില്ലെന്നൊന്നും നിങ്ങൾ ചോദിക്കുകയും ചെയ്യാറുണ്ട്, പറയുകയും ചെയ്യരുത്. ഞാൻ ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുന്നതാണ്. ഒന്ന് സീമയാണ്, എന്നെ വിളിക്കണം സീമ. പിന്നെ ഒന്ന് റംഷി വ്ളോഗ് എന്ന് പറയുന്ന റംഷിയാണ്, എന്നെ വിളിക്കണം റംഷി. പിന്നെ ജമീല കാസർഗോഡാണ്. ഇതെല്ലാം ഞാൻ സ്നേഹിക്കുന്നവരാണ്. പിന്നെ ഒരു വാക്കുകൊണ്ട് പോലും എന്നെ നോവിപ്പിക്കാത്ത ആൾക്കാരാണ്. പിന്നെ അപ്പം ജമീല കാസർഗോഡ് എന്നെ വിളിക്കണം. പിന്നെ ഖദീജ എന്നെ വിളിക്കണം. പിന്നെ ദണ്ടുലക്ക എന്ന് പറയുന്ന ആളുണ്ട്, എന്നെ വിളിക്കണം. പിന്നെ നഫീസ എന്നെ വിളിക്കണം. സെലീന എന്നെ വിളിക്കണം. അങ്ങനെ പലരും ഉണ്ട്. നിങ്ങൾ പിന്നെ എന്നെ വിളിക്കുക. അങ്ങനെ സക്കാത്തിൻ്റെ ഇത് ഞാൻ എൻ്റെ ഇവർ പാവാണോ പൈസയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ സ്നേഹപൂർവ്വം ഞാൻ അവർക്ക് സക്കാത്ത് കൊടുക്കുന്നതാണ്. ഇനി എൻ്റെ വീഡിയോ കാണുന്നവർ ഒരുപാട് ആൾക്കാരുണ്ടാകും. പിന്നെ അത് എത്തീം മക്കളാണ്. പിന്നെ അതിലൊന്ന് സാജിനെ പറഞ്ഞിട്ടില്ല, എന്നെ വിളിക്കണം. സാജി എന്നെ വിളിക്കണം. അത് 5 എത്തീം മക്കളാണ്. പിന്നെ അതുപോലെ പിന്നെ ഉമ്മ അധ്വാനിച്ച് കൊണ്ടുവന്ന് പോറ്റുന്ന എത്തീം മക്കളുണ്ടാവും. ആ മക്കളെ ഉമ്മ തന്നെ വിളിക്കണം. മാത്രമല്ല അത് 15 വയസ്സിൻ്റെ മേലോട്ടുള്ള ആൺകുട്ടികളൊന്നും വിളിക്കരുത്. പിന്നെ ആൺകുട്ടികൾ തീരെയും വിളിക്കണ്ട. ഈ മക്കളെ ഉമ്മാറാണ് എന്നെ വിളിക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് എത്തീം മക്കൾ എന്നെ വിളിക്കുക. തീരെ വഴിയില്ലാത്ത എത്തീം മക്കളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പിന്നെ നിങ്ങളെ വീഡിയോ കോൾ ചെയ്യും. ഞാൻ തരുന്ന നമ്പറിൽ പിന്നെ കോള് കിട്ടൂല, വാട്സപ്പ് കോളേ കിട്ടുള്ളൂ. അതുകൊണ്ട് ആരും ബുദ്ധിമുട്ടത്. പലർക്കും ഞാൻ നമ്പർ കൊടുത്തിട്ട് പിന്നെ വാട്സപ്പ് കോള് കിട്ടാത്തതുകൊണ്ട് അല്ല മറ്റേ കോള് കിട്ടില്ലെന്ന് പറഞ്ഞ് കിട്ടൂല. വാട്സപ്പ് കോളാ കിട്ടുള്ളൂ, മെസ്സേജും കിട്ടും. എന്നെ വിളിക്കുന്നവരെ ഞാൻ വീഡിയോ കോള് ചെയ്ത് ഞാൻ കറക്റ്റ് വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷമേ ഞാൻ സക്കാത്ത് തരുള്ളൂ. എത്തീം മക്കൾ ആൺകുട്ടികളും ആരും എന്നെ വിളിക്കരുത്.
പിന്നെ മറ്റുള്ള ആണുങ്ങളും എന്നെ ഒരാളും വിളിക്കരുത്, ഞങ്ങൾക്ക് ഫോൺ റീചാർജ് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊന്നും മറ്റൊന്നും വിളിക്കരുത്. അങ്ങനെ ഞാൻ പഴയ വീഡിയോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ്. എനിക്ക് സക്കാത്ത് തരുമ്പോൾ സ്വത്തും മുതലൊന്നുമില്ല. എൻ്റെ സ്വർണത്തിൽ നിന്ന് ഒരു ഭാഗം ഞാൻ എടുത്ത് വിറ്റിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ്. നമ്മൾ പാവങ്ങളെ സഹായിക്കണം, പാവങ്ങളെ നോക്കണം. അള്ളാഹുത്താല നമുക്ക് എല്ലാ തുറവുകളും തുറന്നു തരണമെങ്കിൽ നമ്മൾ പാവങ്ങളെ സഹായിക്കണം, സ്നേഹിക്കുന്നവരെ സഹായിക്കണം, സ്നേഹിക്കുന്നവരെ കൂടെ നിൽക്കണം. എങ്ങനെ സ്നേഹം എന്ന് പറഞ്ഞാൽ കാമുകൻ്റെ കൂടെ നിൽക്കണം എന്നല്ലേ പറയുന്നത്. അതുപോലെ പിന്നെ കുറച്ച് ആൾക്കാരുടെ ലൈവിലും വരുന്നത്, നിങ്ങൾ എന്നെ വിളിക്കുക, ഞാൻ വീഡിയോ കോൾ ചെയ്ത് നിങ്ങൾ അർഹതപ്പെട്ടവർ തന്നെയാണെങ്കിൽ, അത് എത്തി മക്കളല്ലെങ്കിലും അർഹതപ്പെട്ടവർ തന്നെയാണെങ്കിൽ ഞാൻ സക്കാത്ത് തരും. കാരണം വെച്ചാൽ എൻ്റെ പൈസ അത്രയും ഹലാലായ പൈസയാണ് മക്കളെ. ഓവർ കച്ചവടം ചെയ്ത് ഓവർ ലാഭം എടുത്ത വിഹിതം സക്കാത്തല്ല, ആരാൻ്റെ തട്ടിപ്പറിച്ചിട്ടുള്ള സക്കാത്തല്ല. എൻ്റെ അത്രയും ഹലാലായ സക്കാത്താണ്, പൈസയാണ് നിങ്ങൾക്ക് സക്കാത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് അതെനിക്ക് അർഹതപ്പെട്ടോലെ കൈ തന്നെ എത്തണം എന്നാണ് എൻ്റെ നിർബന്ധം. അതുകൊണ്ട് എന്നെ നിങ്ങളാരും പറ്റിക്കരുത്. ഞാൻ വീഡിയോ കോൾ ചെയ്ത്, പെണ്ണുങ്ങളെ വിളിക്കാവും, വീഡിയോ കോൾ ചെയ്ത് ഞാൻ നിങ്ങളതെല്ലാം ചോദിക്കുകയും നോക്കുകയും ഒക്കെ ചെയ്യും. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എനിക്ക് തരാനും നിങ്ങൾക്ക് വാങ്ങാനൊക്കെ. ഈ റമദാൻ മാസം മാത്രമല്ല, ഇൻഷാ അല്ലാഹ് നമ്മളെ ഈ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ഓണാവട്ടെ. അതിൽ ഡോളർ കയറിയാലും നമ്മൾ നറുക്കെടുപ്പ് കൂടിയും അല്ലാത്തവരും ഒരുപാട് സാവിത്ത വിഷമമാണ്, ക്യാൻസറാണ്, പല വിഷമക്കാരും സാവിത്താണ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം ഞാൻ നല്ല ദ്വയം ചെയ്യലുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്നെ വിളിക്കുക, ഈ പറഞ്ഞവരൊക്കെ എന്നെ വിളിക്കുക. വിളിച്ചിട്ട് നിങ്ങളെ അക്കൗണ്ട് നമ്പർ പറഞ്ഞു തരണം. അതേ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് സക്കാത്ത് എത്തുന്നതാണ്. എൻ്റെ നാട്ടിലുണ്ട് പിന്നെ ചില എത്തിയ മക്കൾ, അവർക്ക് ഞാൻ എത്തിച്ചു കൊടുക്കും. പിന്നെ മാത്രമല്ല, ഞങ്ങളെ ചുറ്റുവട്ടോ ഞങ്ങളെ അടുത്തൊന്നും അങ്ങനത്തെ ഒരു പാവങ്ങളൊന്നുമില്ല. അങ്ങനത്തെ പറഞ്ഞാൽ ഫിത്ർ സക്കാത്തിൻ്റെ അരി കൊണ്ട കൊടുത്തിട്ട് പോലും ഇതിന് ഞങ്ങൾ അർഹതപ്പെട്ടവരല്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അതുകൊണ്ട് അതല്ല, അർഹതപ്പെട്ടതല്ല. അതുകൊണ്ടാണ് ഞങ്ങളോട് പറയുന്നത്. പിന്നെ വല്ലാണ്ട് ഈ അരിയെല്ലാം നമ്മൾ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പിന്നെ സക്കാത്തിൻ്റെ പൈസക്ക് അർഹതപ്പെട്ടവർ മാത്രം എന്നെ വിളിക്കുക. എൻ്റെ പൈസ വേറൊരു രീതി ചെലവാക്കുന്നതോ നിങ്ങൾ വാങ്ങുന്നതോ എനിക്ക് ഇഷ്ടമല്ല. എത്തി മക്കളുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ എന്നെ ബന്ധപ്പെടുക, എന്നെ വിളിക്കുക. ഇൻഷാ അല്ലാഹ്. ഓക്കെ മക്കളെ, എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടണം. പിന്നെ ഇത് റീച്ചിന് വേണ്ടി ഒന്നുമല്ല. കാരണം വെച്ചാൽ എനിക്ക് എല്ലാ റീച്ചും കൂടി എല്ലാ മോണിറ്റൈസേഷനും എല്ലാം ഓണായി കഴിഞ്ഞതാ. എന്നൊരു എക്സസ് അക്കൗണ്ട് ശരിയായാൽ എനിക്ക് ഡോളർ വന്ന് കയറും. അല്ലാണ്ട് ഇതിപ്പം ഡോളർ കയറാനാണോ വ്യൂസ് കിട്ടാനാണോ ചാനൽ റീച്ച് ഉണ്ടാവാനോ വേണ്ടി ഒന്നുമല്ല, എല്ലാം ഉണ്ടായി കഴിഞ്ഞതാണ്. ഇതിപ്പം ഡോളറും കൂടിയും കയറാനുള്ള സംവിധാനം ഇല്ലാത്ത ചാനലിൽ കൂടി ഞാൻ ഇങ്ങനെ ഒരു സക്കാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇത് പണത്തിന് വേണ്ടിയല്ല, റീച്ചിന് വേണ്ടിയല്ല എന്ന് മനസ്സിലാക്കിക്കോ. എൻ്റെ ഹൃദയം മനസ്സും കാണുന്ന അള്ളാഹുവാണ്. ഇൻഷാ അല്ലാഹ്. ഓക്കെ മക്കളെ, ബായ്. കൂടുതൽ പറയായിപ്പോൾ ഞാൻ ജ്വല്ലറി കൊണ്ടുവന്നതും വിൽക്കുന്നോ മാറുന്നോ കൊണ്ടുവന്ന് എടുക്കുന്നോ തൂക്കുന്നോ എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉൾപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ കാണുക. ഓക്കെ മക്കളെ, ബായ്. ബാക്കി നിങ്ങൾ വിളിക്കുക, എന്നിട്ട് നമുക്ക് അതുപോലെ നോക്കി ഞാൻ സക്കാത്ത് തരുന്നതാണ്.